ഇത്രയും ബഹുമാന്യായ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, അതുപോലെ ഇവിടെ സ്വാഗതം ചെയ്യുന്ന PTA പ്രസിഡന്റ്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന PWD ഗോപികൃഷ്ണൻ, സാന്നിധ്യം അർപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരെ, നമ്മൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാര്യം വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ പുതിയ ഒരു കെട്ടിടം ഇത്രയും വേഗം പണി തീർക്കാൻ വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ, അതുപോലെ അതിനൊപ്പമോ അതിനെക്കാട്ടിലും ഉപരിയോ ഒത്തിരി സമയവും ചെലവഴിക്കുക. അവരുടെ എല്ലാം വീട്ടുകാര്യം പോലെയാണ് ഇവിടുത്തെ PTAയും വാർഡ് മെമ്പറും എല്ലാം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിച്ചിട്ടുള്ളത്. അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഓരോ ദിവസവും അവരിത് എത്രയും വേഗം പണി കഴിപ്പിക്കണം എന്നുള്ള എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ തന്നെ ഇത്രയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു PTA ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനം ഇടയ്ക്ക് ആദ്യം കുറച്ച് കാലതാമസം നേരിട്ട് കുട്ടികളെ മാറ്റാനുള്ള, അതിനുശേഷം പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇത്ര വേഗം പണി തീർത്ത ഓരോരുത്തരെയും എല്ലാ PTA, അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, HM എല്ലാം PTA അംഗങ്ങളോടൊപ്പം സഹകരിച്ച് വളരെയധികം നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമുക്കിന്ന് മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടായത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വളരെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. അവരുടെ ഏറ്റവും ഭൗതിക സാഹചര്യവും ഒരുക്കുമ്പോൾ നല്ല ക്ലാസ്സുകൾ ആയതോടുകൂടി അവരുടെ മാനസികമായ ഉല്ലാസവും വളർച്ചയെല്ലാം നല്ല കുട്ടികളായി വളരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്ന നമ്മുടെ ബഹുമാന്യനായ മന്ത്രി നമ്മൾ ചോദിച്ചോടെ ഫണ്ട് തരികയും 1,20 ലക്ഷം രൂപ അനുവദിക്കുകയും നമ്മുടെ LP സ്കൂളിനായിട്ടും ചെയ്ത നമ്മുടെ ബഹുമാന്യായ മന്ത്രി അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ സ്കൂൾ മാത്രമല്ല, ഒട്ടനവധി സ്കൂൾ, കടക്കോട് സ്കൂളിൻ്റെ തന്നെ പണി തീർന്നു കഴിഞ്ഞു. അതുപോലെ എണ്ണിയാൽ തീരാത്ത, ഇപ്പം പറഞ്ഞാലും തീരാത്ത പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൊട്ടാരക്കര മണ്ഡലത്തിലും നല്ല കരീപ്ര പഞ്ചായത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഒട്ടനവധി റോഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ, അതുപോലെ കുളങ്ങൾ, പാലങ്ങൾ,
അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി SS സുനിത, സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് ശ്രീ മനു പ്രദീപ്, ഈ വേദിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ ശ്രീ ഉദയകുമാർ വൈസ് പ്രസിഡന്റ്, ശ്രീ സന്തോഷ് സാമുവൽ, നമ്മുടെ ഈ വാർഡിലെ മെമ്പറും ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകാനായി എല്ലാ പ്രവർത്തനവും ഏറ്റെടുത്ത കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ സന്തോഷ് സാമുവൽ, ത്യാഗരാജ സാറ്, ശ്രീമതി ഗീതാകുമാരി, ശ്രീമതി സന്ധ്യാബായി, ശ്രീ MS ശിവപ്രസാദ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശോഭ, ശ്രീ Y റോയ്, ശ്രീമതി സിന്ധു ഓമനക്കുട്ടൻ, ശ്രീമതി MI റൈച്ചൽ, ശ്രീമതി മണിയമ്മ ടീച്ചർ മുന്നച്ചം, ശ്രീമതി ലൂസി V പണിക്കർ മുന്നച്ചം, ശ്രീ അബ്ദുൽ സമദ്, അഡ്വക്കേറ്റ് A മഞ്ജുദ്ദീൻ, ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ MK ബാബു, അതേപോലെ ഗീതാകുമാരി, പ്രത്യേകിച്ചും മറ്റെല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ദീർഘകാലമായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ ഡോക്ടറൊക്കെ കൊല്ലത്ത് താമസമായിരുന്നു. അതുപോലെ ധാരാളം ആളുകൾ കുടുംബസമേതം വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പഠനം വളരെ ഉയർന്ന സ്ഥാനത്ത് എത്തി ജോലി ചെയ്യുന്നവരും റിട്ടയർ ചെയ്തതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്, സ്കൂളാണ്. അവരൊക്കെ അവരുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, അധ്യാപകരും അനധ്യാപകരും പ്രിയമുള്ളവരും സുഹൃത്തുക്കൾ. ഏതൊരു നാട്ടിലും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം, അതിൻ്റെ പുതിയ സൗകര്യങ്ങൾ എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല സന്തോഷം നൽകുന്നത്, എത്രയോ വർഷം മുമ്പ് പഠിച്ചിരുന്ന ആൾക്ക് ഇപ്പോഴും ഈ സ്കൂളിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളെന്നുള്ള ബന്ധമാണ്. അപ്പോൾ ഇവിടെ പഠിച്ചിരുന്ന ഇപ്പം പഠിക്കുന്ന കുട്ടികൾ ഈ എത്ര വർഷം കഴിഞ്ഞാലും അവർക്കൊരു ബന്ധമാണ് ഈ സ്കൂൾ. ഈ സ്കൂളിൻ്റെ പുതിയൊരു കെട്ടിടം, വളരെ സൗകര്യമുള്ളൊരു കെട്ടിടം വന്നു എന്ന് പറയുന്നത് ആ സന്തോഷത്തിൻ്റെ വളരെ വലിയ ഒരു അനുഭവം നമുക്ക് നൽകുന്നതാണ്. ഇവിടെ ഈ സ്കൂളിൻ്റെ പരിമിതിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു. തൊട്ട് പിന്നിലുള്ള ഷെഡ് ബിൽഡിംഗ് പണി തുടങ്ങിയ സമയത്ത് അതിനകത്തായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് ആയിരുന്നു. 2 കെട്ടിടങ്ങളുണ്ട്. ഇവിടെ ഈ പരിമിതിക്കകത്ത് നിർത്തിക്കൊണ്ട് ഇത് കെട്ടിടം പണിയാൻ നല്ല ശ്രമമാണ് ഇതിൻ്റെ ധാരാളം നടത്തിയത്. ആദ്യം നമ്മൾ പണം അനുവദിച്ചെങ്കിലും വിചാരിച്ച പോലെ സ്കൂളിൻ്റെ അവിടെ പണി തുടങ്ങാൻ പറ്റിയില്ല. പക്ഷെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് 9 മാസം കൊണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു ഇക്കാട് സമയമാണ്. അതിന് ആ പണി തീർത്ത കോൺട്രാക്ടറെയും എഞ്ചിനീയറിംഗ് ടീമിനെയും അഭിനന്ദിക്കുന്നു. കാരണം പല സ്ഥലത്തും പണി സമയത്ത് തീരാത്തതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അപ്പം നല്ല മനോഹരമാണ്. ഇനിയിപ്പോൾ അടുത്ത ഐഡിയ സന്തോഷം പാർട്ടികളിപ്പം PTA പ്രസിഡന്റ് മനുവെല്ലാം പറഞ്ഞ അടുത്ത ഐഡിയ ഇതിൻ്റെ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞൊരു വർത്തനീയ ഹോം തന്നെ ഇനി മേളയ്ക്ക് തുടങ്ങാൻ ഇത്രയും സൗകര്യം. പക്ഷേ ഇത്രയും മനോഹരമായ കൂടുതൽ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാ പിന്തുണയും നമ്മുടെ എല്ലാ ഭാഗത്തുണ്ടാവും. സ്കൂളുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ഇത് ഞാൻ പറയേണ്ടതില്ല. പക്ഷെ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. കണ്ടായിരുന്നത് ഓരോ വർഷം ക്ലാസ്സുകൾ കൂടുതൽ വേണ്ടി വരുന്നത്. ഇപ്പം ക്ലാസ്സുകൾ വേണ്ട എന്നുള്ളതാണ്. കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ഞങ്ങളെല്ലാം 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 6 ലക്ഷം പേരാണ് 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. ഇപ്പം എത്ര വിചാരിച്ചാലും കുട്ടികളെ സ്കൂളിലധികം കിട്ടില്ല. കാരണം 2,85,000 പേരെ ഈ കഴിഞ്ഞ വർഷം 1-ാം ക്ലാസ്സിൽ ചേർന്നുണ്ട്. ജനസംഖ്യ കുറയുകയാണ്. എല്ലാ വികസിത രാജ്യങ്ങളിലും ജനസംഖ്യ കുറയും. നമ്മളിവിടെ മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ, കാനഡയിലൊക്കെ ജനസംഖ്യ കുറയുന്നുണ്ട്. അപ്പം അത് ഒരു പൊതുപ്രവണതയാണ്. സമ്പന്നമായ സമൂഹങ്ങളിൽ, കുറച്ചുകൂടി വിദ്യാഭ്യാസവും സമ്പത്തും വരുന്ന സമൂഹങ്ങളിൽ ജനസംഖ്യ കുറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? നമ്മുടെ കുട്ടികൾക്കെല്ലാം നമുക്ക് ധാരാളം ആളുണ്ടാകും മുമ്പ്. ഇനിയിപ്പോൾ ആളുകൾ പ്രായമുള്ളവരുടെ എണ്ണം കൂടും, ചെറുപ്പക്കാരുടെയും കുട്ടികളുടെ എണ്ണം കുറയും. സാങ്കേതികമായി ആൾ കുറഞ്ഞാലും ഇതൊക്കെ ഈ ജോലികളൊക്കെ ചെയ്യാൻ യന്ത്ര സംവിധാനങ്ങളും AI-യും ടെക്നോളജിയും ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ തന്നെ ഇവർക്കെല്ലാം നിൽക്കാൻ പറ്റണ്ടേ? അത് വിദേശത്തൊക്കെ പോയിട്ട് വരട്ടെ. നമ്മുടെ നാട്ടിൽ കൂടുതൽ ശക്തമായി നാട് വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതിനിപ്പം നമ്മൾ നടത്തേണ്ടതുണ്ട്. വലിയൊരു ഉത്തരവാദിത്വം, വലിയ ചലഞ്ചാണ്, വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ആ വെല്ലുവിളി നമുക്ക് നേരിടാൻ പറ്റും. നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സമൂഹമാണ്. എല്ലാ സ്ഥലത്തും നമ്മുടെ ഇവിടുന്നായാലും ഗരീബ്രെന്നായാലും കുമ്പ്രെന്നായാലും കൊട്ടാരക്കരെന്നായാലും എല്ലാ സ്ഥലത്തും ആളുകളുണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അത്രയ്ക്ക് ബന്ധങ്ങൾ നമുക്കുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ നാടിൻ്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുക. ആ കുട്ടികളായിരിക്കുന്നത്. ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നവരൊക്കെ ഒരു 10 വർഷം കൊണ്ട് അവരൊക്കെ വളരെ പ്രമാണിമാരാകും. 10-15 വർഷം കഴിയുമ്പോൾ അവർ നല്ല
യങ്സ്റ്റേഴ്സ് ആവും, ചെറുപ്പക്കാരാവും, അവരൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആ ദിശാബോധം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തൃപ്പനഴുകത്തെ വളരെ പഴയ തലമുറയ്ക്ക് മുതൽ ഇപ്പോൾ ഉള്ളവർക്ക് വരെ നേതൃത്വങ്ങൾക്ക് സ്കൂളിൽ അതിന് കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് കഴിയണം, അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സർക്കാർ ആ കാര്യമാണ് ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിവിധ കാര്യങ്ങളൊന്നും ശ്രമിച്ച് വരുന്നതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. സ്കൂളുകളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, മെമ്പർ പറഞ്ഞു ഇവിടെ അംഗൻവാടിയായി, സ്കൂളായി, പാലമായി, ഇല്ല ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും അങ്ങനത്തെ കാര്യങ്ങളാണ്. ചിലതൊക്കെ ആണെങ്കിൽ പണി അങ്ങോട്ട് തുടങ്ങി തീർത്തില്ല എന്നൊക്കെ ഉള്ളതുള്ളൂ. ഞാനിവിടെ ആദ്യമേ ഞാൻ വരുന്ന സ്ഥാനാർത്ഥിയായി വരുമ്പോഴത്തെ കാര്യമാണ്. അതിന് മുമ്പേ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ ഈ ജില്ലയുടെ എല്ലാ സ്ഥലത്തും വരുന്ന ഒരാളാണ്. സ്കൂളിൽ SFI പ്രവർത്തകനായിട്ട് സ്കൂളിൽ വരുന്ന തൊട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ആ പാലത്തിൻ്റെ കനാലിൻ്റെ ആ വീതിയില്ലാത്ത പാലത്തിനോടൊപ്പം നമ്മുടെ സീനിയറായിട്ടുള്ള അച്ചായ പറഞ്ഞ ആ പാലത്തിൻ്റെ അവിടെ അച്ചാനുണ്ടോ? ഇല്ല. പാലത്തിന് നല്ല കുറച്ചുകൂടെ വയ്യായിരിക്കും. പാലത്തിന് അവിടെ വീതി ഉണ്ടാവണം. ഒറ്റ സിംഗിൾ പാലാണ് കനാലിൻ്റെ. എന്തായാലും മിനിഞ്ഞാന്ന് 4-ാം നാളാണ് അത് ഒപ്പിടാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് വന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത ഏകദേശം 2 കോടി രൂപ ആ പാലത്തിന് നമ്മൾ നല്ല രീതിയിൽ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ് 1.2 കോടി രൂപയാണ്. മനോഹരമായി ചെയ്തിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം മേളത്തെ ഹാളിൽ, ഞങ്ങൾ മേളിൽ കയറിയിരുന്നു, മേളത്തെ ഹാളിൽ 3 മുറിയുള്ള ഒറ്റ നീളമുള്ള ബിൽഡിങ്ങിനകത്ത് ആ 3 മുറി തിരിക്കാൻ വേണ്ടി ഷട്ടർ വെച്ചേക്കുകയാണ്. ഷട്ടർ ഇട്ടിട്ട് ക്ലാസ് പറഞ്ഞിരിക്കും. ഒരു പൊതുപരിപാടി വേണമെങ്കിൽ ഒരു 100 പേര് 250 പേര് ഇരിക്കാവുന്ന ഒരു ഹാളായിട്ട് ഈ ഷട്ടർ അങ്ങ് മാറ്റിയാൽ ആ ഹാളിരിക്കും. വലിയ ഹോട്ടലുകളിലൊക്കെ കാണാം അങ്ങനെ ഓഡിറ്റോറിയം ഉണ്ട്. ചെറിയ ഹാളാക്കാം, വലിയ ഹാളാക്കാം, ഷട്ടർ ഇടും. അതേപോലെ അതും ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കലാപരിപാടി നടത്താനോ ഒരു പൊതുപരിപാടി നടത്താനോ നല്ല ഹാളും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് നന്നായിട്ടുള്ള ആ ഡിസൈനും അഭിനന്ദനീയമായ കാര്യമാണ്. ഇതെല്ലാം നന്നായി വന്നിട്ടുണ്ട്. വീട്ടിലധികത്തെ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ നന്നായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ PTA-ക്ക് കഴിയട്ടെ, അധ്യാപകർക്ക് കഴിയട്ടെ. ഇതെല്ലാം കഴിയുന്നത് പഞ്ചായത്ത് സമിതിയുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും പ്രവർത്തനമാണെന്ന് എടുത്തു വരേണ്ടതാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിനാണ് ഈ സ്കൂളിൻ്റെ പൊതു ചുമതല. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്തും കണ്ണിലെണ്ണ ഒഴിച്ച് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു സ്വസ്ഥതയും തരാത്തവരാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാര്യം വേണം, ആ കാര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറച്ചിൽ വളരെ പ്രധാനമാണ്. ആവശ്യമില്ലധികം പറയുമല്ലോ, അത് പറഞ്ഞാലല്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. മിക്കവാറും കാര്യങ്ങൾ അതിന് പിന്നാലെ നടന്ന് ഫോളോ ചെയ്ത് ഈ കാര്യങ്ങൾ തീർക്കുന്നതിന് നമ്മുടെ ഈ മെമ്പർമാരുടെ വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, പഴയ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, പഴയ ബ്ലോക്ക് പ്രസിഡന്റാണ്, ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റൊക്കെ അതത് മേഖലകളിൽ അവർ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അധ്യാപകർ തന്നെയായിരുന്നു. ത്യാഗരായ സാർ പഴയ അധ്യാപകനാണ്, നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണൻ, ഇവരെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട്. ടീച്ചറെ എന്നെ പരിചയപ്പെടുത്തി, നമ്മുടെ നിയമ ടീച്ചറോട് വന്നപ്പോൾ 8 കുട്ടികളായിട്ട് ഇത് ഏകദേശം ഒരു വല്ലാത്ത വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയതാണ്. എല്ലാവരും കൂടെ ടീച്ചറുടെ നടന്ന് തുടങ്ങി. ഇപ്പോൾ 200ഓളം കുട്ടികളുണ്ട് ക്ലാസ് റൂം വേണം. അപ്പോൾ ആ ടീച്ചർ ഉൾപ്പെടെ അന്നത്തെ PTA ഇപ്പോൾ അധ്യാപകരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം നമ്മളെല്ലാം കൂടി ഉപയോഗിക്കണം. അഭിനന്ദിക്കുന്നു. അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് വന്നത്. കൂടുതൽ മെച്ചത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിക്കാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഇത് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. അടുത്തതായി ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ കോൺട്രാക്ടറെയും അതുപോലെ തന്നെ LSS സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളെയൊക്കെ ആദരിക്കൽ ചടങ്ങ്. നമ്മുടെ പ്രിയപ്പെട്ട KN ബാലഗോപാൽ, നമ്മുടെ മന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം, അദ്ദേഹത്തിന് ഒരു ആദരവ് സമർപ്പിക്കാനായി PTA അംഗങ്ങളെയും പ്രിയപ്പെട്ട വാർഡ് മെമ്പറെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ SSG മെമ്പേഴ്സ് ആരെങ്കിലും കടന്നു വരാൻ പറ്റും, എല്ലാവരും ആരെങ്കിലും ഇവിടെ ഉള്ളവരെല്ലാവരും വേദിയിലേക്ക് വരണമെന്നും നമ്മുടെ മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആദരവ് സമർപ്പിക്കണമെന്നാണ്.
ഇനി നമ്മുടെ മന്ത്രിയോടാണ്. സാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കോൺട്രാക്ടറുണ്ട്. ഞങ്ങളുടെ ഏകദേശം 1 വർഷം ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ച ആളാണ്. ഈ കെട്ടിടത്തിനകത്ത് ആയിരുന്നു പലരുടെയും പല ദിവസങ്ങളും അദ്ദേഹം വൈകുന്നേരം ഇരുന്നിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി ഇദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പെരുമാറ്റത്തെ ഞങ്ങൾ കാണുകയാണ്. ശ്രീ ഷിബി വലിയത്തിനെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ സ്നേഹാദരവ് സമർപ്പിക്കുന്നു. ഇനി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ 10-15 വർഷങ്ങളായി നമ്മൾ കല്ലും മുള്ളും ചവിട്ടി നടന്നിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെ കൂടി ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജി ത്യാഗരാജൻ സാർ. പ്രിയപ്പെട്ട ജി ത്യാഗരാജൻ സാറിനെ നമ്മുടെ പ്രിയപ്പെട്ട ബാലഗോപാൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ മൊമെൻ്റോ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ നിന്നതിന് എല്ലാത്തിനും ത്യാഗരാജൻ സാർ വലിയൊരു നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, മടന്തോട് രാധാകൃഷ്ണൻ സാർ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഉള്ള മൊമെൻ്റോ ഞങ്ങളിവിടെ വെക്കുകയാണ്. അദ്ദേഹത്തിന് കയ്യിൽ ഏൽപ്പിച്ചോളാം. ശ്രീ മണിയമ്മ ടീച്ചർ, സ്കൂളിൻ്റെ കാലത്തോളം ഓർമ്മിക്കുന്ന ഒരു പേരാണ്. ശ്രീ മണിയമ്മ ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം ഈ മൊമെൻ്റോ ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മാർഗദർശികളായിരുന്ന പെരുമാറ്റങ്ങൾക്ക് അന്നും ഇന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ശ്രീമതി പ്രശോഭ, ഞങ്ങളുടെ കൂടെ 2-3 വർഷം ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങാനായി ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും മറ്റൊരുപാട് പ്രതിബന്ധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിച്ച ശ്രീമതി പ്രശോഭയ്ക്ക് ഞങ്ങളുടെ ആദരവ്. ശ്രീ അബ്ദുൾ സമദ് സാർ, ഞങ്ങളുടെ കൂടെ SSG മെമ്പറായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പൊതുവിദ്യാലയത്തിന് വേണ്ടി ഒരുപാട് സമയം ഇപ്പോഴും കണ്ടെത്തി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ശ്രീ അബ്ദുൾ സമദ് സാറെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ആദരവ് സമർപ്പിക്കുന്നു. നമ്മുടെ സ്കൂൾ HM ശ്രീമതി ഗീത ടീച്ചർ, നമുക്കറിയാം ഒരു ഉദ്യോഗസ്ഥ പലപ്പോഴും കഴിയാൻ താല്പര്യപ്പെടാത്ത റിസ്കുകൾ എടുക്കാൻ മുമ്പോട്ട് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ നിന്ന് ഉയർന്നിട്ടുള്ളത്. ഒരുപാട് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ടീച്ചറായിരുന്നു. ആ കാരണമാണ് നമ്മുടെ ചരിത്രമായത്. അതെടുത്തതിന് വേണ്ടി അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കൂടുതൽ ടീച്ചറിന് ഞങ്ങളുടെ ആദരവ്. നമ്മുടെ ഈ പണി ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞ 8 മാസം രാത്രിയും പകലും നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഷിബി വലിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ സുന്ദരൻ പിള്ളച്ചേട്ടൻ, ഞങ്ങൾ പിള്ളച്ചേട്ടൻ എന്ന് വിളിക്കുക. അദ്ദേഹം മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് വാർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ മറിഞ്ഞു വീണു. ഏകദേശം ഞങ്ങൾ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിലായിരുന്നു. ഒരു 3-4 ആഴ്ചയോളം പണി തുടങ്ങാൻ കാരണമായി. പക്ഷേ അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണെങ്കിലും വളരെ പ്രചോദനകരമായ, വളരെ ആത്മാർത്ഥമായ 7-7:30 മണി സമയത്ത് ഏത് മഴയാണെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടാവും. ഒരുപാട് നന്ദി. നമ്മുടെ മറ്റ് ഒരു സംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ശ്രീ ശന്തനു, അദ്ദേഹത്തിന് മലയാളം ഏറ്റവും കൂടുതൽ താരതമ്യേന മലയാളം സംസാരിക്കുന്ന ശ്രീ ശന്തനുവിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ഷിബി വലിയത്തിൻ്റെ വലങ്കൈയായിട്ട് പറയാം. മൊമെൻ്റോ നമ്മുടെ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാനായി ശന്തനുവിനെ ക്ഷണിക്കുകയാണ്. വളരെ എനർജറ്റിക്കായി രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന അതേ എനർജി വൈകുന്നേരം 8 മണിക്ക് കൊണ്ടുവന്നുള്ളതാണ്. ഇത് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ബിൽഡിംഗ് ഇവിടെ ഉയർന്നത്. അദ്ദേഹത്തെ മൊമെൻ്റോ വാങ്ങാനായി ഇനി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ സന്തോഷ് സാമുവൽ. അദ്ദേഹത്തിന് ഒരു മൊമെൻ്റോ കൊടുത്തുകൊണ്ട് മാത്രം തീരില്ല എന്നറിയാം. എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. മാതൃകാപരമായ പെരുമാറ്റമാണ്, മാതൃകാപരമായ മെമ്പറാണ്. നമുക്കിനിയും വേണം ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഒരുപാട് ഈ നാടിന് വേണ്ടി. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ലത്തീഫ് ഡോക്ടറിനെ, NSലെ ഡോക്ടറാണ്. അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കാനായി ക്ഷണിക്കുന്നു.
ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ വരാമെന്ന് സമ്മതിച്ചു. തിരക്കുകളുള്ള ആളാണെന്ന് അറിയാം. വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങളുടെ കൂടെ സമയത്തെത്തി. വ്യക്തിത്വം ക്ഷണിക്കുന്നു. നമ്മുടെ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇദ്ദേഹത്തെ പ്രധാനമായി കാണിക്കുന്നത്, ആദരിക്കുന്നത്. ശ്രീ വിദ്യുത് ബോസിന് ആദരം. യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നന്ദി സർ. ഇനി നമുക്ക് 5 കുട്ടികളുടെ LSS റിസൾട്ടും കൂടി ഉണ്ട് സർ. 5 മിനിറ്റ് മതി. നമ്മുടെ സ്കൂളിലെ സ്റ്റാഫെല്ലാം കൂടി പ്രത്യേക ഫലകം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ അതിനായ വാർഡ് മെമ്പർക്ക് ഒരു ഫലകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാവിധ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി സാധ്യമായിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് മനുപ്ര അവർക്ക് ഹൈസ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾ ഒരു ഉപഹാരം നൽകുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി മനസ്സാണ് ക്ഷണിച്ചുകൊള്ളുന്നു. അത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു. LSSന്റെ സ്കോളർഷിപ്പ് വിളിച്ചോട്ടെ. ശ്രീ നമ്മുടെ അമേയ ആർ. ഗൗരി നന്ദൻ S. ഹാദിയ ഫാത്തിമ. ജോഷ് J. ജെയ്സൺ. റോവൻ മാർവൻ കൊച്ചി. ശ്രേയ ശ്രീകുമാർ. സ്വാലിഹ ഫാത്തിമ. നന്ദി.